കൊക്കിൻ്റെ പ്രതികാരം. വളരെ നാളായി ചെന്നായ്ക്ക് ഒരാശ തുടങ്ങിയിട്ട്. പണ്ട് കുളത്തിൽ നിന്ന് മീനെ പിടിച്ചു തിന്ന് തൊണ്ടയിൽ മുള്ളു തറച്ചതിൽ പിന്നെ മീനെ തിന്നാൻ പേടിയായിരുന്നു. ഇപ്പോൾ കലശലായ പൂതി. മീനെ ചാപ്പിട്ട് കളയാം, ശ്രദ്ധിച്ചു തിന്നാൽ മതിയല്ലോ. പക്ഷെ എന്തു ചെയ്യും? ചെന്നായ തോടായ തോടും കുളമായ കുളവും തിരഞ്ഞിട്ട് മീനെ കിട്ടിയില്ല. മീനച്ചൂടിൽ കത്തി നിൽക്കുന്ന പ്രകൃതി. എല്ലായിടത്തും വെള്ളം വറ്റിയിരിക്കുന്നു. നിരാശനായ ചെന്നായ ഒരു പുഴക്കരയിൽ വന്നു. പുഴയിൽ നിറയെ വെള്ളം. കരയിലിരുന്ന് വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് മീനുകൾ പുഴയിൽ ഓടിക്കളിക്കുന്നു. ചെന്നായിക്ക് കൊതിമൂത്തു. രണ്ടും കൽപ്പിച്ച് വെള്ളത്തിലിറങ്ങി. എത്ര ശ്രമിച്ചിട്ടും മീനെ കിട്ടിയില്ല. അവസാനം ഒഴുക്കിൽപ്പെട്ടു. എങ്ങനെയോ കരയ്ക്ക് കയറി. നിരാശനാകാതെ ചെന്നായ മീനെ പിടിക്കാനുള്ള വഴികളെപ്പറ്റി ആലോചിച്ചു. ഓ, ഐഡിയ കിട്ടിപ്പോയി. ഇര കോർത്ത് ചൂണ്ടയിടുക തന്നെ. ഒരു ചൂണ്ടൽ സംഘടിപ്പിച്ച് നല്ല തീറ്റയും കോർത്ത് വെള്ളത്തിലിട്ട് പുഴക്കരയിൽ ചെന്നായ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഏറെ കഴിഞ്ഞിട്ടും മീൻ കൊടുക്കുന്ന ലക്ഷണമില്ല. നിരാശനായി ഇരിക്കുമ്പോഴാണ് അതുവഴി കൊക്ക് വന്നത്. പണ്ട് മുള്ളെടുത്തതിന് പ്രത്യുപകാരം വാഗ്ദാനം ചെയ്തിട്ട് വാക്കു മാറിയതെല്ലാം ചെന്നായ മറന്നുപോയിരുന്നു. പക്ഷേ കൊക്കിനാകട്ടെ ഇന്നും മനസ്സിൽ നിന്ന് ആ സംഭവം മാഞ്ഞു പോയിട്ടില്ല. ചെന്നായയുടെ ആശ കൊക്ക് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ചെന്നായ ചേട്ടൻ എന്തിനു വിഷമിക്കണം? ധാരാളം മീനുകളുള്ള ഒരു കുളം കാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കവിടെ പോയി വയറു നിറയെ മീനെ ചാപ്പിടാം. കൊക്കിനൊപ്പം ചെന്നായ യാത്രയായി. കുളത്തിനടുത്തെത്തിയപ്പോൾ വറ്റി വരളാറായ കുളത്തിൽ ഒരുപാട് മീനുകൾ തുള്ളിക്കളിക്കുന്നു. ചെന്നായിക്ക് ഏറെ നേരം ക്ഷമിച്ചു നിൽക്കാനും കഴിഞ്ഞില്ല. കുളത്തിലേക്ക് പെട്ടെന്ന് എടുത്തു ചാണ്ടി. കുളത്തിൽ നിറയെ ചളിവെള്ളമായിരുന്നു. ചെന്നായ സർവ്വശക്തിയുമെടുത്ത് നോക്കിയെങ്കിലും കുളത്തിൽ നിന്ന് കരയ്ക്ക് കയറാൻ കഴിഞ്ഞില്ല. വീണ്ടും വീണ്ടും ചളിയുടെ ആഴത്തിൽ ചെന്നായ താണുകൊണ്ടിരുന്നു. ഏറെ നാളത്തെ പ്രതികാരം അങ്ങനെ കൊക്ക് നിറവേറ്റി.